നമസ്കാരം നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പി ഫ്രണ്ട്സ് ജർമ്മനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് പേസ് സിറ്റിയാണ്. ലൈഫ് എപ്പോഴും ഒരുമാതിരി ഒരു ഗോഗോ മോഡിലായിരിക്കും എപ്പോഴും പോണത്. ബട്ട് സർപ്രൈസിംഗ്ലി അതിൻ്റെ നടുവിൽ തന്നെ ഒരു സ്ലോ പീസ്ഫുൾ ലോകം ഹൈറ്റായി കിടക്കുന്നുണ്ട്, ബെത്മൻ പാർക്ക്. അവിടേക്കാണ് നമ്മളിന്ന് പോണത്. ഇവിടെ കയറുന്നത് മാത്രം നമ്മുടെ അറ്റ്മോസ്ഫിയർ അങ്ങ് അങ്ങ് സ്വിച്ച് ആവും. ട്രാഫിക് സൗണ്ടോ ക്രൗഡോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം എല്ലാം അങ്ങ് ഫെയ്ഡാവും. ഇൻസ്റ്റഡ് നിങ്ങൾ ഒരുപാട് പക്ഷികളുടെയും കാറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ശബ്ദവും അതൊക്കെ കാണാൻ മാത്രമേ നിങ്ങളവിടെ നിങ്ങൾ ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. പാർക്കിൻ്റെ ലേഔട്ട് തന്നെ ഒരു സൂപ്പർ കാമിങ് ആണ്. ലോങ് ഗ്രീൻ പാത്സും അതുപോലെ തന്നെ ട്രീ ഷെയ്ഡിങ് ഉള്ള വഴികളും നമുക്ക് ചെറിയ ബെഞ്ചസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോയിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റി സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാനും വെറുതെ പോയി തിങ്ക് ചെയ്യാനും വെറുതെ ഒരു കാര്യമില്ലായിട്ട് ചുമ്മാ പോയിരിക്കാനും ബെസ്റ്റ് പ്ലേസാണ്. റിയൽ മാജിക് വരുന്നത് ഉള്ളിലോട്ടാണ്. പാർക്കിൻ്റെ ഹാർട്ടിൽ ഒരു യുണീക്ക് സ്ഥലമുണ്ട്, ഗാർഡൻ ഓഫ് ഹെവൻലി പീസ്. ഇത് റാൻഡം ഡെക്കറേഷൻ അല്ല. 1989 ചൈനീസ് ക്രാഫ്റ്റ്സ്മെൻ സ്പെഷ്യലി വന്ന് ട്രഡീഷണൽ ചൈനീസ് ഗാർഡൻ സ്റ്റൈലിൽ ബിൽഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒതൻറ്റിക്കാണ്. നമ്മൾ ഡിസൈൻ ശ്രദ്ധിച്ചാൽ നമുക്ക് വൈറ്റ് വാൾസും അതുപോലെ തന്നെ ഡാർക്ക് റൂഫ്സും കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും കാണുന്നത്. ആൻഡ് എല്ലാത്തിനും അതിൻ്റേതായ ഓരോ മീനിങ്സ് ഉണ്ട്. ചൈനീസ് ഗാർഡൻ യൂഷ്വലി നമ്മൾ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ നേച്ചറും ഹ്യൂമൻസും വാട്ടറും എല്ലാത്തിൻ്റെ ഒരു ഐക്യത്തെയാണ്. ഇവിടെ ഒരു സ്മോൾ പോണ്ട് ഉണ്ട്. അതിൽ ട്രീസിൻ്റെയും ബിൽഡിങ്സിൻ്റെയും റിഫ്ലക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. പിന്നെ ശരിക്കുള്ള വൈബ് എന്ന് പറയുന്നത് ഭയങ്കര കാമാണ്, സൂപ്പർ കാമാണ്. ശരിക്കും നമുക്ക് നമ്മൾ വേറൊരു ലോകത്തോട്ട് പോയ ഒരു ഫീലിങ്ങേ വരുള്ളൂ. നമ്മളിവിടെ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് ജസ്റ്റ് അവർ ചുമ്മാ വന്നിരിക്കും. ഒരു വാക്കിന് വേണ്ടി മാത്രമല്ല, ഒന്ന് നമ്മുടെ ഈ സിറ്റി സെൻറ്ററിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം കൂടിയാണ്. ചിലപ്പോൾ അവർ വന്ന് ബുക്സ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യും, പിന്നെ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇതുമില്ലാണ്ട് വെറുതെ അവിടെ ഇരിക്കും. നല്ല നല്ല രസമാണ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, ഇത് ശരിക്കൊരു റീസെറ്റ് ബട്ടണാണ്. നമ്മുടെ സിറ്റി സ്ട്രെസ്സിൽ നിന്നും നമ്മൾ ഒളിച്ചോടി പോകുന്ന ഒരു പ്ലേസാണ്. പിന്നെ നമ്മളവിടെ പോയിരുന്ന് നമുക്ക് സമയം പോണതോ അങ്ങനെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. സോ ആരെങ്കിലുമൊക്കെ ഫ്രാങ്ക്ഫർട്ടിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നല്ലൊരു അടിപൊളി പ്ലേസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ആയിട്ടാണ് പോയത്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ ജർമ്മൻ ടീംസ് നമ്മളെ നോക്കി പുഞ്ചിരിച്ച് പോകുന്നുണ്ടായിരുന്നു. കാരണം അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളോട് വന്ന് കുറച്ച് പേരൊക്കെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമ്മുടെ ഈ തിരക്കുള്ളൊരു ദിവസം വേണമെന്ന് ഞാൻ പറയില്ല. തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കൂ. ഞാൻ അധികം നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരില്ല. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ചൂസ് ടാറ്റ വിട വാങ്ങിയാണേ.